ന്യൂസിലൻഡിന് എതിരായ മൂന്നാം ടി20യിൽ ഇന്ത്യ തകർപ്പൻ ജയമാണ് നേടിയത്. 154 റൺസ് വിജയലക്ഷ്യം 10 ഓവറിൽ മറികടന്ന ഇന്ത്യ 5 മത്സര പരമ്പര ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ ഗംഭീര പ്രകടനത്തിനിടയിലും ആരാധകരെ നിരാശരാക്കുന്നത് സഞ്ജു സാംസണിന്റെ മോശം പ്രകടനമാണ്. കിവീസിനെതിരെ ഇതുവരെ കളിച്ച 5 മത്സരത്തിലും സഞ്ജുവിന് തിളങ്ങാനായിട്ടില്ല. ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ ഗോൾഡൻ ഡക്കിനുമാണ് സഞ്ജു പുറത്തായിരിക്കുന്നത്. സഞ്ജുവിന്റെ കടുത്ത ആരാധകർ പോലും ഇപ്പോൾ മലയാളി താരത്തെ തള്ളിപ്പറയുകയാണ്. അവസാന 14 ഇന്നിംഗ്സിൽ 9 തവണയും ഓപ്പണറായി തന്നെയാണ് സഞ്ജു കളിച്ചത്. എന്നിട്ടും 17 ശരാശരിയും 101 പ്രകടനശേഷിയുമാണ് സഞ്ജുവിനുള്ളത്. ഒമാനെതിരെ കഴിഞ്ഞ ഏഷ്യാകപ്പിൽ നേടിയ അർദ്ധ സെഞ്ചുറി മാത്രമാണ് സമീപകാലത്തായി സഞ്ജുവിന് എടുത്തു പറയാനുള്ളത്. സഞ്ജുവിനെ നെഞ്ചേറ്റുന്ന വലിയൊരു വിഭാഗം ആരാധകരുണ്ടെങ്കിലും അവരെ പോലും നിരാശരാക്കുന്ന തരത്തിലേക്കാണ് സഞ്ജുവിന്റെ പ്രകടനം കൂപ്പുകുത്തിയിരിക്കുന്നത്. ന്യൂസിലാൻഡ് പരമ്പരയിലെ അവസാന മത്സരം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ സഞ്ജു സാംസൺ കസറി കളിക്കുന്നത് കാണാനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് സഞ്ജു ബെഞ്ചിലിരിക്കുന്നത് കാണേണ്ടി വരുമോ എന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. തിലക് വർമ്മയുടെ തിരിച്ചുവരവാണ് സഞ്ജു സാംസണ് കൂടുതൽ വെല്ലുവിളിയായിരിക്കുന്നത്. എന്നാൽ കിവീസ് പരമ്പരയിൽ ശേഷിക്കുന്ന 2 മത്സരത്തിലും തിലക് കളിക്കില്ലെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസണ് ഓപ്പൺ റോളിൽ തന്നെ തുടരാൻ സാധിക്കും. പക്ഷേ അവിടെ മലയാളി താരത്തിന് വില്ലനായി പരിശീലകൻ ഗൗതം ഗംഭീർ മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ. സഞ്ജു സാംസണ് മികച്ച പിന്തുണ നൽകുന്ന പരിശീലകനാണ് ഗംഭീർ. വൈസ് ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ശുഭ്മാൻ ഗില്ലിനടക്കം തഴഞ്ഞ് സഞ്ജു സാംസനെ T20 ലോകകപ്പ് ടീമിലടക്കം പരിഗണിച്ചത് അതുകൊണ്ടാണ്. എന്നാൽ ഇന്നലെ സഞ്ജു ഗോൾഡൻ ഡക്കായപ്പോൾ ഗൗതം ഗംഭീർ പ്രതികരിച്ചത് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ്. ഗംഭീറിനെ വളരെ നിരാശനായാണ് കാണപ്പെട്ടത് എന്ന് മാത്രമല്ല, ദേഷ്യത്തോട് ഗംഭീർ എന്തോ പറയുന്നതും കാണാനായി. സഞ്ജു സാംസൺ ഡഗ്ഔട്ടിലേക്ക് എത്തുമ്പോൾ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഗൗരവത്തോടെ ഇരിക്കുന്ന ഗംഭീറിനെയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ പരിശീലകന് മലയാളി താരത്തോട് കടുത്ത അതൃപ്തിയുണ്ടെന്ന് പറയാം. ഗംഭീർ ഇത്തരമൊരു നിലപാടെടുത്താലും അതിനെ തെറ്റു പറയാനുമാവില്ല. സഞ്ജുവിന് അവസരം നൽകില്ലെന്ന് ഇനി പറയാനാവില്ല. SSC ജയ്സ്വാൾ, ഋതുരാജ് ഗെയ്ക്വാദ്, ഇഷാൻ കിഷൻ എന്നിവരെല്ലാം ഓപ്പണർ റോളിൽ മികവ് കാട്ടാൻ ശേഷിയുള്ളവരാണ്. ഇവരെയെല്ലാം മറികടന്ന് ഓപ്പണർ റോളിലേക്ക് എത്തിയിട്ടും ആ അവസരം മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാതെ വരുമ്പോൾ പരിശീലകനടക്കം കടുത്ത നീക്കത്തിലേക്ക് കടക്കേണ്ടി വരും. സഞ്ജുവിന് എവിടെയാണ് പിഴക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ സമ്മർദ്ദത്തിന്റെ പടുകുഴിയിലാണ് അദ്ദേഹം ഉള്ളത്. സഞ്ജുവിന്റെ ശരീരഭാഷയിൽ തന്നെ അത് വ്യക്തം. സഞ്ജു യുവരാജ് സിംഗിന്റെ അടക്കം കീഴിൽ പരിശീലനം നടത്തിയാണ് കിവീസ് പരമ്പരയ്ക്ക് ഇറങ്ങിയത്. എന്നാൽ ആദ്യത്തെ 2 മത്സരത്തിൽ ഫ്ലോപ്പായതോടെ സഞ്ജുവിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. 3-ാം മത്സരത്തിൽ ഗോൾഡൻ ഡക്കായതോടെ ഈ സമ്മർദ്ദം ഇപ്പോൾ ഇരട്ടിയായിരിക്കുകയാണ്. ഇഷാൻ കിഷൻ മികച്ച ഫോമിൽ കളിക്കുന്നതോടെ സീറ്റ് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മലയാളി താരത്തെയും ബാധിച്ചോ എന്ന് വേണം സംശയിക്കാൻ. ശേഷിക്കുന്ന 2 മത്സരത്തിൽ ഈ സമ്മർദ്ദത്തെ മറികടക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് ഗൗതം ഗംഭീറിന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ കളിപ്പിക്കൂ. അല്ലെങ്കിൽ ഇഷാൻ കിഷനെ ഓപ്പണറാക്കി ശ്രേയസ് അയ്യരെ 3-ാം നമ്പറിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. എന്നാൽ സഞ്ജുവിനെ സംബന്ധിച്ച് ഇത്തരം തിരിച്ചടികൾ പുത്തരിയല്ല. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല വെല്ലുവിളികളെയും മറികടന്നാണ് സഞ്ജു ഇന്ന് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടെ എത്തി നിൽക്കുന്നതെന്ന് കാണാം. ഫോം താൽക്കാലികവും പ്രതിഭ സ്ഥിരവുമാണെന്നിരിക്കെ സഞ്ജു വിമർശകരുടെ വായടപ്പിച്ച് തകർപ്പൻ തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.